ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് നല്ല വിശേഷം. ഞാൻ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. രാവിലെ നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ ബസ്സിൽ പോകേണ്ട ഒരാവശ്യം വന്നു എനിക്ക്. അപ്പോൾ ആ ബസ്സിൽ പോകേണ്ട ഒരാവശ്യം വന്നപ്പോൾ ബസ്സിനകത്തുണ്ടായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് വിചാരിച്ചത്. ബസ്സിൽ ഒരു ചെറിയ കുട്ടീനെ എടുത്തിട്ട് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ 19 വയസ്സായി ഉണ്ടാവും. കുറച്ച് വണ്ണുണ്ട്, ഉയരം കുറഞ്ഞിട്ട് ഒരു പെൺകുട്ടി കയറി വന്നു. ചെറിയൊരു കുട്ടിയുണ്ട് കയ്യിൽ. അത് കുട്ടിക്ക് ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു വയസ്സായിട്ടില്ല. അങ്ങനെ ഒരു കുട്ടീൻ്റെ അടുത്ത് കയറി വന്നു. ബാഗ് ഒരെണ്ണം പുറത്തുണ്ട്. ഞാനിത്തിരി ബാക്കിലേക്ക് ഇരിക്കുന്നത്. പക്ഷെ ഫ്രണ്ടിലിരിക്കുന്ന സ്ത്രീകൾ ഒരാൾ പോലും അവരെ ശ്രദ്ധിക്കണില്ല. ആ കുട്ടിക്കാണെങ്കിൽ മുകളിൽ കമ്പിയോ പിടിച്ചിട്ട് നിൽക്കാനും പറ്റണില്ല. ആടിയിട്ട് അതിങ്ങനെ ബസ് ബ്രേക്ക് പിടിക്കുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ നിൽക്കണം. കണ്ടക്ടർ പറയുന്നുണ്ട് ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് കൊടുക്കുന്നത്. എന്നിട്ട് ആർക്കും ഒരു ചൂടില്ല, ആരും എഴുന്നേറ്റ് കൊടുക്കണില്ല. അപ്പം ഞാൻ കുറച്ച് പിന്നിലായിരുന്നു. അപ്പം ഞാൻ കൈകാട്ടിയിട്ട് വിളിച്ചാൽ ഞാൻ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് കൊടുത്തോണ്ട് പറയല്ല, നമ്മളൊക്കെ കഴിഞ്ഞ കാലഘട്ടം കുട്ടികളൊക്കെ എടുത്ത് ബസ്സിലൊക്കെ പോയിരുന്ന കാലഘട്ടമൊക്കെ ഒന്ന് എല്ലാവരും ചിന്തിക്കണം. ചിലപ്പോൾ എല്ലാവർക്കും അത് വേണ്ടി വന്നിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും മറ്റുള്ള സ്ത്രീകളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ സ്ത്രീകളല്ലേ. നമ്മൾ സ്ത്രീകൾ മനസ്സിലാക്കാണ്ട് നമ്മൾ പുരുഷന്മാരെയും മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളാണ് നമ്മുടെ വർഗത്തിൽപ്പെട്ട ആളുകളുടെ ബുദ്ധിമുട്ടുകൾ നമ്മളാദ്യം മനസ്സിലാക്കണം. നമ്മളവർക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. നമ്മുടെ വർഗത്തിലുള്ള എല്ലാവർക്കുള്ള സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ ചെയ്യാണ്ട് മറ്റുള്ളവർ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞിരുന്നാൽ എങ്ങനെയും ശരിയാവുക? ആദ്യം നമ്മൾ ചെയ്യണം. നമ്മളത് ചെയ്യാൻ തയ്യാറല്ല. സ്ത്രീകൾ ഭൂരിഭാഗം അതിന് തയ്യാറല്ല. ഞാൻ കുറ്റം പറയല്ല കേട്ടോ, എല്ലാവരെയും കൂടി അടച്ചു കുറ്റം പറയല്ല. പക്ഷേ ഞാൻ ഇന്നലെ കണ്ട കാഴ്ചയാണ്. അപ്പോൾ ആരും എഴുന്നേറ്റ് കൊടുക്കണില്ല. ആ കുട്ടിയാണെങ്കിൽ നിൽക്കുകയാണ് ഇങ്ങനെ. ഞാൻ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ നാളെ നമ്മുടെ വർഗ്ഗക്കാർക്ക് നമ്മളാണ് കൂടുതൽ അവരെ സംരക്ഷിക്കേണ്ടത്. നമുക്കൊരു കൂട്ടായ്മയിൽ നമ്മളാദ്യം അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ സഹായങ്ങൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ, അല്ലേ? അല്ലാതെ നമ്മളവർക്ക് വേണ്ടി നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യാണ്ട് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് സഹായം വേണം, മറ്റുള്ളവർ നല്ലത് ചെയ്യണം, മറ്റുള്ളവർ ഞങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. നമ്മളും നമ്മുടെ വർഗത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കണം. അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മളെ കൊണ്ട് പറ്റിയത് ചെയ്തു കൊടുക്കണം എല്ലാതും. അല്ലാണ്ട് നമ്മൾ പുരുഷന്മാർ അത് ചെയ്തില്ല അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാണ് ആദ്യം മുൻകൈ എടുക്കേണ്ടത്. നമുക്ക് അങ്ങനെ ചെയ്താലാണ് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഇന്നലെ അതിങ്ങനെ ബസ്സിൽ കണ്ടപ്പോൾ എനിക്കതങ്ങനെ ഒന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ശരി, അപ്പോൾ ഓക്കേ.